ഹായ് എല്ലാവർക്കും നമസ്കാരം. ഇപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ലാസ്റ്റ് പറഞ്ഞു നിർത്തിയത് നമ്മുടെ മോഡലിംഗ് തീർന്നിരുന്നു. പിന്നെ ഒരു സണ്ണിൻ്റെ പൊസിഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്തിരുന്നു. ഇപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് മെറ്റീരിയൽ സപ്ലൈ ആണ്. മെറ്റീരിയൽ അപ്ലൈ ചെയ്ത് ഒരു ഇമേജ് ജസ്റ്റ് നമ്മൾ റെൻഡർ എടുത്ത് അതിൻ്റെ ഒരു എഫ് സ്കെയിലാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുന്നവരെല്ലാം ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടിനനുസരിച്ചാണ് നമുക്ക് നെക്സ്റ്റ് വീഡിയോസ് ചെയ്യാനും സാധിക്കത്തുള്ളൂ. അപ്പോൾ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള കണ്ടിന്യൂസ് ആയിട്ടുള്ള കുറച്ച് ട്യൂട്ടോറിയൽസ് നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് മെറ്റീരിയൽസ് അപ്ലൈ ചെയ്ത് തുടങ്ങാം. ഓക്കെ, അപ്പോൾ നമ്മൾ മെറ്റീരിയൽസ് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഇത്രയും സംഭവമാണ് ചെയ്തത്. മോഡലിംഗ് എല്ലാം നമ്മൾ ഫിനിഷ് ചെയ്തു. ജസ്റ്റ് ഒരു സിമ്പിൾ സെയിം കളർ നമ്മൾ ഒരെണ്ണം അപ്ലൈ ചെയ്ത് വെച്ചിരുന്നു. ഇനിയിപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമ്മൾ ഇതിൽ ഓരോ മെറ്റീരിയലും നമ്മൾ ഇൻഡിവിജ്വൽ കളർ നമ്മൾ കൊടുക്കാൻ പോവാം. അതായത് വോൾട്ടൈലിനൊരു കളറ്, ഫ്ലോറിനൊരു കളറ്, സീലിങ്ങിനൊരു കളറ്, വിൻഡോയുടെ ഫ്രെയിമിനൊരു കളറ്, വാനിറ്റിക്കൊരു കളറ്, അങ്ങനെ ചെയ്യാൻ വേണ്ടി പോവാം. കോമ്പൗണ്ട് വാളിനൊരു കളറ്. അങ്ങനെ ചെയ്യുമ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മെറ്റീരിയൽസ് നമുക്ക് പെട്ടെന്ന് അപ്ലൈ ചെയ്യാൻ സാധിക്കും. അപ്പം അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇതാണ് ഇപ്പം നമ്മുടെ ബേസ് കളറുള്ളത്. ബേസ് ആയിട്ടുള്ള കളർ ഇതാണ്. നമുക്കിതിനെ നേരെ ഒന്ന് നെയിം ചേഞ്ച് ചെയ്ത് നമുക്ക് ബേസ് എന്നാക്കി കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഇതിൻ്റെ ഒരു കോപ്പി എടുക്കുക. ഷിഫ്റ്റ് ഹോൾഡ് ചെയ്ത് ഡ്രാഗ് ചെയ്ത് താട്ട് വെച്ചാൽ മതി. അപ്പോൾ ഒരു കോപ്പിയായി. അപ്പം നമ്മൾ ഫസ്റ്റ് അപ്ലൈ ചെയ്യാൻ പോകുന്നത് വോളിൻ്റെ കളറാണ്. അപ്പം ഈ ഒരു കളറാണ് നമുക്ക് വേണ്ടത്. അപ്പം നമ്മൾ ഇതിനെ സെലക്ട് ചെയ്ത് നമ്മൾ ഈ വോളൊന്ന് സെലക്ട് ചെയ്യുകയാണ്. ഓക്കെ, ഇതിലേക്ക് നമുക്കൊരു ഒരു ശകലം ഡാർക്കായിട്ട് ഇട്ടാൽ മതി. ഓക്കെ, ഇത് നമ്മുടെ വാളിൻ്റെ കളറായി. ഇപ്പം നമുക്ക് കുറച്ച് ബ്രൈറ്റ്നസ് ആയിട്ട് കാണുന്നത് ഇതൊരു ഇച്ചിരി കൂടുതലായിരിക്കുന്നുണ്ടാണ്. നമുക്ക് മെറ്റീരിയൽസൊക്കെ അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്ക് ലൈറ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം, അതായിരിക്കും നല്ലത്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ സെയിം അതുപോലെ തന്നെ നമ്മൾ ഷിഫ്റ്റ് ഹോൾഡ് ചെയ്ത് ഡ്രാഗ് ചെയ്ത് നെക്സ്റ്റ് എടുക്കുന്നു. അടുത്ത് നമ്മൾ ഫ്ലോർ സെലക്ട് ചെയ്ത് ഒന്നെങ്കിൽ സെയിം കളറിലോട്ട് പോവുക, അല്ലെങ്കിൽ ഇത് ഡിലീറ്റ് ചെയ്തതിന് ശേഷം ബേസ് കളർ തന്നെ നമ്മൾ കോപ്പി എടുത്തതിന് ശേഷം ഇത് അപ്ലൈ ചെയ്യുക. അതിന് ശേഷം ബേസ് കളർ നമ്മൾ വാല്യൂ ചേഞ്ച് ചെയ്ത് കൊടുക്കുക. ഇപ്പം ഇമേജിനകത്ത് നമുക്ക് ഓൾമോസ്റ്റ് നമ്മുടെ ഇതും തമ്മിൽ ഏകദേശം സെയിമാണ്. ഒരു ശകലം ലൈറ്റർ ആകാൻ സാധ്യതയുള്ളത്. അപ്പോൾ നമുക്കതൊരു ചെറുതായിട്ടൊന്ന് മാറ്റി കൊടുക്കാം. അത് ഒരു 22, ഒരു 50. ഓക്കെ, ഇത് ഏകദേശം നമുക്ക് സെയിം തന്നെ കൊടുക്കാം. പഴയത് നമ്മൾ സെയിം ഇത് തന്നെ കൊടുത്തിരുന്നത്. ഇതിൻ്റെ സെയിം ഇത് തന്നെ. അപ്പം നമ്മളത് തന്നെ കോപ്പി ചെയ്ത് വെച്ചാൽ മതിയായിരുന്നു. ഇത് 22 ആക്കി 50 ആക്കാം. സെയിം 22, 50, 169. അപ്പോൾ എൻ്റെ വാല്യൂസ് തന്നെ ആയിരിക്കത്തില്ല നിങ്ങൾ വർക്ക് ചെയ്യുമ്പോഴും വരുന്നത്. ചെറിയ ഡിഫറൻസ് ഒക്കെ കാണും. ഓരോ ഡെസ്ക്ടോപ്പിൻ്റെ സ്ക്രീൻ അനുസരിച്ച് ഓരോ വ്യത്യാസങ്ങൾ കാണും. അപ്പോൾ അടുത്ത് നമ്മൾ ചെയ്യുന്ന വാനിറ്റിക്ക് നമുക്കൊരു നോർമൽ കളർ ഉണ്ടാകും. കാര്യം നമുക്ക് ഈ ഒരു ഫിനിഷിങ് വന്നേക്കുന്നത്. അപ്പോൾ നമ്മളൊരു അപ്ലൈ ചെയ്യുക. അതിന് ശേഷം ഒരിച്ചിരി ഒന്ന് ഒരു ലൈറ്റാക്കി. ഓക്കെ, അത് മതി. പിന്നെ നമുക്ക് വേണ്ട സീലിംഗ് ആണ്. സീലിംഗ് ഇതുപോലെ തന്നെ സെലക്ട് ചെയ്ത് ബേസ് കളർ ഡ്രാഗ് ചെയ്ത് വെക്കുക. അതിന് ശേഷം സീലിങ്ങിൻ്റെ നമുക്കൊരിച്ചിരി ലൈറ്റായിട്ട് വേണം. ഓക്കെ, ശരി, നമുക്കൊരു ഇച്ചിരി ലൈറ്റ് വേണ്ട, ഒരു 240 കൊടുക്കാം. ഓക്കെ, ശേഷം നമുക്കൊന്ന് അപ്ലൈ ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് നമുക്ക്
വിൻഡോസിൻ്റെ മെറ്റൽ ഫ്രെയിം ചെയ്യാം. സെയിം ബേസ് കളർ ഡ്രാഗ് ചെയ്യുന്നു. അതിന് ശേഷം നമ്മളിതിനെ നേരെ മെറ്റലിലോട്ട് മാറ്റുന്നു. ഒന്ന് അപ്ലൈ ചെയ്യുക. ഓക്കെ, അതിന് ശേഷം ഇതിൻ്റെ കളർ ഒന്ന് നമുക്ക് ഒരു കളർ നമുക്കൊരു 60 കൊടുത്ത് വെക്കാം. ഒരു ഫുൾ 0 ആക്കുക സാച്ചുറേഷൻ. ഓക്കെ, അടുത്ത നമുക്ക് വിൻഡോസിൻ്റെ ഫ്രെയിം സെലക്ട് ചെയ്ത് സെയിം കളർ ഒന്ന് അപ്ലൈ ചെയ്യാം. സെയിം. ഓക്കെ, ഇനി ഇമേജിനകത്ത് നമുക്ക് ചെയ്യാനുള്ളത് കോമ്പൗണ്ട് വാളിൻ്റെ സെയിം ഈ കളർ എന്തുണ്ട് കോമ്പൗണ്ട് വാള്. ഓക്കെ, വേറെ നമുക്കുള്ളത് വേറെ നമുക്ക് ഇവിടെ ഒരു ഗ്രീനറി ഉണ്ട്. അപ്പോൾ അതിന് നമുക്കൊരു ഗ്രാസിൻ്റെ ഒരു ഫ്ലോറുണ്ട്, ഗ്രൗണ്ട്. അതിന് നമുക്കൊരു ഷിഫ്റ്റ് ഹോൾഡ് ചെയ്ത് ഒന്ന് അപ്ലൈ ചെയ്യാം. ഓക്കെ, ഇതിനൊരു ബാൻഡ് ഉണ്ട്. ആ ബാൻഡ് നമ്മളിവിടെ ഇമേജിൽ നമുക്കൊരു ചെറിയൊരു ഷെയ്ഡ് ഉണ്ട് അവിടെ. ഇത് നമുക്ക് നോൺ മെറ്റലാക്കാം. ഓക്കെ, ഇത്രയാണ് ഇപ്പോൾ നമുക്ക് മെറ്റീരിയൽസ് നമ്മൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത്. ഇനി ഞാൻ ചെയ്യുന്നത് ഇത് ഫുള്ള് ഡിലീറ്റ് ആക്കുകയാണ്. അതിനുശേഷം റണ്ടർ സ്റ്റോപ്പ് ചെയ്യുക. ഓക്കെ, അടുത്ത നമുക്ക് മെറ്റീരിയൽ അപ്ലൈ ചെയ്ത് തുടങ്ങാം. മെറ്റീരിയൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇതിനെ നേരെ ഒന്ന് ക്ലേയിലേക്ക് മാറ്റുവാണ്. ഓക്കെ, എന്നിട്ട് നമ്മൾ വാൾ ടൈൽ സെലക്ട് ചെയ്തു. മെറ്റീരിയലിൽ വരിക. മെറ്റീരിയൽസിൽ ഗെറ്റ് ഫ്രം സെലക്ട് ചെയ്യുക. അപ്പം നമ്മൾ സെലക്ട് ചെയ്തേക്കുന്ന മെറ്റീരിയൽ നമുക്ക് അവിടെ വരും. ഏത് ഒബ്ജക്റ്റിൻ്റെ ആണോ ആ മെറ്റീരിയൽ നമുക്ക് അവിടെ വരും. അതിനുശേഷം ഏത് മെറ്റീരിയലാണോ അപ്ലൈ ചെയ്യേണ്ടത്, ഇപ്പോൾ വാൾ ടൈലാണ്, അതിനെ നമ്മൾ ഡ്രാഗ് ചെയ്ത് ഇങ്ങനെ ഇടുക. ഓക്കെ, ഇവിടെ നമുക്ക് സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ അറിയാം. ഇത് ഇവിടെ കാണിച്ചിട്ടുണ്ട് അൽബഡോ എന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ ഡിഫ്യൂസ് കളറാണ്. ഇത് റഫ്നെസ്, ഇത് ഹൈറ്റ് നമ്മൾ ഡിസ്പ്ലേസ്മെൻറ്റ് യൂസ് ചെയ്യുന്നതാണ്. ഇത് നോർമൽ. ഓക്കെ, ഡിഫ്യൂസ് നമ്മളെപ്പോഴും, അതായത് അൽബഡോ നമ്മളെപ്പോഴും ഉപയോഗിക്കുമ്പോഴും ഒരു കളർ കറക്ഷനോട് എപ്പോഴും യൂസ് ചെയ്യണം. മാപ്പിൽ ജനറലിൽ കളർ കറക്ഷൻ, 2 കളർ കറക്ഷൻ ഉണ്ട്. ഈ കളർ കറക്ഷൻ ഉപയോഗിക്കാം, അല്ലെങ്കിൽ കൊറോണ കളർ കറക്ഷൻ ഉപയോഗിക്കാം. രണ്ടിൻ്റെയും നമുക്ക് ഏകദേശം സെയിം തന്നെയാണ്. ഓക്കെ, ഇതിനെ ഇങ്ങോട്ട് ഡ്രാഗ് ചെയ്യുന്നു. ബേസ് റഫിനെ ഇങ്ങോട്ട് ഡ്രാഗ് ചെയ്യുന്നു. നെക്സ്റ്റ് ഇതിൽ ചെയ്യുന്ന നമ്മുടെ നോർമൽ ചെയ്യുന്ന സമയത്ത് ഇതിൽ നമ്മൾ എക്സ്ട്രാ ഒരു മാപ്പ് ആഡ് ചെയ്യണം. മാപ്പിൽ കൊറോണ നോർമൽ ആഡ് ചെയ്യുക. അത് നോർമലിലേക്ക് കൊടുക്കുക. അതിനുശേഷം ബേസ് പമ്പിലേക്ക് കൊടുക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്കിവിടെ ഒരു വാർണിംഗ് വരും, നമ്മുടെ മെറ്റീരിയൽ ഒന്ന് ചെറുതായിട്ട് ചേഞ്ച് ആയിട്ടുണ്ട്. കണ്ടോണേ, ബേസ് പമ്പിലേക്ക് ആഡ് ചെയ്യുമ്പോൾ ആ ഒരു മെറ്റീരിയൽ ചേഞ്ച് ആയി. അപ്പോൾ നമ്മൾ ഇതിനെ നേരെ ആഡ് ഗാമ ടു ഇൻപുട്ട് ടിക്ക് ഓൺ ചെയ്യുമ്പോൾ നമ്മുടെ ആ മെറ്റീരിയൽ നമുക്ക് കറക്റ്റ് ആവും. ഇത് നമുക്കുള്ള ഹൈറ്റാണ്. ഈ ഹൈറ്റ് നമ്മൾ ആഡ് ചെയ്യുന്നത് ഒന്നെങ്കിൽ നമുക്ക് ഇതിലുള്ള ഡിസ്പ്ലേസ്മെൻറ്റിലോട്ട് നമുക്ക് ആഡ് ചെയ്യാം, അതായത് ഈ കാണുന്ന ഡിസ്പ്ലേസ്മെൻറ്റിലോട്ട്. അല്ലെങ്കിൽ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ എവിടെയാണോ നമുക്ക് ഡിസ്പ്ലേസ്മെൻറ്റ് ആവശ്യമുള്ളത് ആ ഒബ്ജക്റ്റ് സെലക്ട് ചെയ്ത് മോഡിഫൈനകത്ത് വന്നിട്ട് കൊറോണ ഡിസ്പ്ലേസ്മെൻറ്റ് നമ്മളത് കൊടുക്കുക. അപ്പം നമുക്ക് കൊറോണ ഡിസ്പ്ലേസ്മെൻറ്റ് വരും. ഇതിൽ നമുക്കൊരു മാപ്പ് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പം മെറ്റീരിയൽ ഇട്ട് ഓപ്പൺ ചെയ്യുക. നമ്മൾ ഈ കാണുന്ന മാപ്പ് നേരെ ഇങ്ങോട്ട് ഡ്രാഗ് ചെയ്തിടുക. ഇൻസ്റ്റൻ്റ് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഇവിടെ വാല്യൂസ് ചേഞ്ച് ചെയ്യാം.
അപ്പോൾ നമുക്കൊരു ഓക്കെ നമുക്ക് ഇപ്പം നമുക്കിതിനകത്ത് ഗ്രൂവും കാര്യങ്ങളൊന്നും കാണുന്നില്ല. കാര്യം കൊറോണ ഡിസ്പ്ലേസ്മെൻറ്റ് നമ്മൾ കൊടുത്തപ്പം വാല്യൂ നമുക്ക് കുറച്ച് കൂടുതലാണ്. അതിപ്പോൾ നമ്മളൊരു 5 വാല്യൂ കൊടുക്കുകയാണെങ്കിൽ അതുകൊണ്ട് അതിങ്ങനെ മുന്നോട്ട് തള്ളി തള്ളി വരിക. അപ്പോൾ നമുക്ക് അത്രേൻ്റെ ആവശ്യമില്ല. അപ്പം മിനിമം ലെവൽ നമുക്കൊരു -0.1 കൊടുക്കുക. അതായത് മിനിമം നമുക്ക് അത്രയും ബാക്കിലോട്ട് നമുക്കത് ഡിസ്പ്ലേസ്മെൻ്റ് ആകത്തുള്ളൂ. മാക്സിമം നമുക്ക് എത്രത്തോളം വേണോ അത്രയും കൊടുക്കുക. 0.1 തന്നെയാണ് ഞാൻ അത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ആ ഗ്രൂവും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും നമുക്ക്. നെക്സ്റ്റ് ചെയ്യുന്നത് മെറ്റീരിയൽ എടുത്ത് ഓപ്പൺ ചെയ്ത് ഇതിൽ കുറച്ച് നമുക്ക് ചേഞ്ചസ് ചെയ്യണം. അതായത് നമ്മുടെ ടൈല് നമുക്കൊരു ഗ്ലോസി ഫിനിഷ് നമുക്ക് വേണ്ടത്. അതായത് നമ്മുടെ ഇമേജിൽ നമുക്ക് നോക്കുമ്പോൾ ഇവിടെ കണ്ടോ ഈ ഗ്ലോസി നമുക്ക് ഗ്ലോസി ഉണ്ട് ഇവിടെ. ഇത് നമുക്ക് ഇവിടെ ഗ്ലോസി നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. അപ്പോൾ നമുക്കൊരു ഗ്ലോസി ഫിനിഷ് കൊടുക്കണം. അതിന് ചെയ്യുന്നത് ഇവിടെ നമ്മളൊരു 0.1 കൊടുക്കുക. റഫ്നെസ്സിലൊരു 0.1 കൊടുക്കുക. ഇവിടെ ഇപ്പോൾ ഈ റഫ്നെസ്സിൽ 0.1 കൊടുത്തിട്ട് നമുക്കിവിടെ ഗ്ലോസിനെസ് കാണാത്തത് ഇവിടെ നമ്മളൊരു മാപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് ഒന്നെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്കിത് ഡിലീറ്റ് ആയി കളഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. അപ്പം നമുക്കിവിടെ അപ്ഡേറ്റ് ചെയ്ത് നോക്കാം. നമുക്കറിയാം ഇവിടെ നമുക്ക് ഗ്ലോസിനെസ് വന്നിട്ടുണ്ട്. പക്ഷേ ഇത് ഭയങ്കര ഗ്ലോസിനെസ്സാണ്. നമുക്ക് ഇതിനൊന്ന് കൺട്രോൾ ചെയ്യണം. അപ്പോൾ നമ്മൾ ഈ ബേസ് റഫൻ ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ നേരെ താഴോട്ട് വരുമ്പോൾ നമുക്ക് ബേസ് റഫിൻ്റെ ഇവിടെ നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. നമ്മളൊരു 50 കൊടുക്കുകയാണെങ്കിൽ 50% നമുക്ക് ആ മാപ്പും 50% നമ്മുടെ ആ ഒരു, അതായത് ആ റഫും 50 നമുക്കൊരു ഗ്ലോസിനെസ് ഫീൽ ചെയ്യും. നമ്മളിപ്പോൾ ഒരു 20% കൊടുക്കുകയാണ്. ഇത്ര നമുക്ക് ഇപ്പോൾ ഒരു ഗ്ലോസിനെസ് കിട്ടും. നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്നത് കളർ കറക്ഷനകത്ത് നമുക്ക് ചെറുതായിട്ടൊന്ന് കളർ കറക്റ്റ് ചെയ്യണം. അതായത് ഇതിൻ്റെ കളറൊന്ന് നമുക്ക് ചെറുതായിട്ടൊന്ന് ചേഞ്ച് ചെയ്യണം. നമ്മുടെ ഈ ഇമേജ് വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു ചെറിയൊരു വ്യത്യാസമുണ്ട് ഇതിനകത്ത്. അതായത് നമുക്ക് ഓക്കെ ഒന്ന് ചെയ്ത് കാണിക്കാം. ഇതിൽ നമുക്കൊരു -20 കൊടുക്കാം. അതിനുശേഷം ഗാമ നമുക്കൊരു 0.85 കൊടുക്കുന്നു. അപ്പം നമുക്ക് കുറച്ചൊരു ഡാർക്ക് ഡൾ ഫീലായി. ഇനി നമ്മൾ ചെയ്യാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ താഴോട്ട് വരിക. ഈ ബേസ് കളറിനെയും ഈ മെറ്റീരിയലിനെയും തമ്മിൽ നമ്മൾ ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഒരു 50 കൊടുക്കുമ്പോൾ നമുക്ക് എന്താ വ്യത്യാസം എന്ന് പറഞ്ഞാൽ 50% നമ്മുടെ കളറും 50% ആ മാപ്പും ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഇപ്പോൾ അത്ര നമുക്ക് ആ ഒരു വിസിബിലിറ്റി, നമ്മുടെ ആ മാപ്പിൻ്റെ വിസിബിലിറ്റി എത്ര വേണോ അത്രയും അനുസരിച്ച് നമുക്ക് ചെയ്യാം. ഇപ്പം നമുക്ക് ഇതിനെനിക്കിപ്പോൾ അത്ര വേണ്ട, നമ്മളൊരു 80% കൊടുക്കുകയാണ്. ഓക്കെ, ഒരു ഇച്ചിരി നമുക്ക് കുറയ്ക്കാം. അത് ഒരു 70% കൊടുക്കാം. ഓക്കെ, ഇത് മതി. നമ്മുടെ മറ്റേ ഇമേജ് നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഓൾമോസ്റ്റ് നമുക്കത് സംഭവം കിട്ടിയിട്ടുണ്ട് ഇവിടെ. ഇത് നമ്മൾ ഫൈനൽ റൺ ഇടുമ്പോഴേ നമുക്ക് ഈ ഒരു ഫിനിഷിങ് നമുക്കിവിടെ കിട്ടത്തുള്ളൂ. ഇതിനകത്ത് ഇപ്പം ജസ്റ്റ് നമുക്കൊരു ചെറിയ ഇത് കാണാമെന്നേ ഉള്ളൂ. നമുക്ക് റെൻഡർ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് നോക്കാം അതെങ്ങനെ ഉണ്ടെന്ന്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ മെറ്റീരിയൽ അപ്ലൈ ചെയ്യുന്ന ഫ്ലോറിലേക്കാണ്. ഫ്ലോർ സെലക്ട് ചെയ്യുക, മെറ്റീരിയൽ എഡിറ്റർ വരിക. ഇപ്പം നമ്മുടെ ഫ്ലോറിൻ്റെ മെറ്റീരിയൽ വന്നിട്ടുണ്ട്. ഇനി ചെയ്യുന്ന പറഞ്ഞാൽ ഇതിനെ നേരെ കോപ്പി എടുക്കുന്നു. അതിന് ശേഷം ഇത് മാത്രം ഡിലീറ്റ് ആക്കുന്നു. ഇതിനെ ഡ്രാഗ് ചെയ്തു ഇങ്ങോട്ട് കൊടുക്കുന്നു. ഇതിനെ ഡ്രാഗ് ചെയ്തു ബേസ് റഫിലേക്ക് കൊടുക്കുന്നു. ഇതിനെ ഡ്രാഗ് ചെയ്തു ബേസ് പമ്പിലേക്ക് കൊടുക്കുന്നു. ഇതിനെ നമുക്കൊരു കൊറോണ ഡിസ്പ്ലേസ്മെൻറ്റ് ഉടനെ ആഡ് ചെയ്യണം. കൊറോണ ഡിസ്പ്ലേസ്മെൻറ്റ് ആഡ് ചെയ്യുന്നു. ഇതിലേക്ക് നമ്മൾ ഇതിനെ ഡ്രാഗ് ചെയ്ത് പേസ്റ്റ് ചെയ്യുന്നു, ഇൻസ്റ്റൻറ്റ് കൊടുക്കുന്നു. അതിന് ശേഷം ഇത് നമുക്കൊരു ഇച്ചിരി പോയിൻ്റ് കൂട്ടി കൊടുക്കാം. -0.5, 0.75. ഇത് ഓൾറെഡി ഞാൻ നേരത്തെ വർക്ക് ചെയ്തേക്കുന്നതുകൊണ്ട് എനിക്ക് അതിൻ്റെ വാല്യൂസ് കുറച്ച് ഓർമ്മയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് അടിച്ചു പോകുന്നത്. അല്ലെങ്കിൽ നമ്മൾ പതിയെ ഇരുന്ന് ചെയ്ത് നമ്മുടെ ആവശ്യമുള്ള രീതിയിൽ നമ്മൾ ചെയ്തെടുക്കണം അത്. അപ്പം ഇതാണ് നമ്മുടെ വാല്യൂ. ഓക്കെ, ഇതിൽ നമുക്കൊരു ചെറിയൊരു കളർ കറക്ഷൻ ചെയ്യണമെന്ന് നോക്കാം. നമുക്ക് ഫ്ലോറിൽ നമുക്ക് നമ്മുടെ മറ്റേ ഇമേജിൽ ഓക്കെ ഒരു ചെറിയതായിട്ട് നമുക്കൊന്നൊരു കളർ കറക്ഷൻ വേണേൽ നമുക്ക് ചെയ്യാം. ഒരു സാച്ചുറേഷൻ ഒരു
-7. ഓക്കെ, കളർ നമുക്ക് ബ്ലെൻഡ് ചെയ്തേക്കുന്നത് ഓക്കെ. ഇതിൽ നമുക്ക് ചെറിയൊരു റഫ്നെസ് വേണം. നമുക്കൊരു 0.3. അതിന് ശേഷം ഒരു റഫ്നെസ്സിൻ്റെ വാല്യൂ നമുക്കൊരു 10%. ഓക്കെ, അത്ര വേണ്ട, 20 മതി. ഓക്കെ, ഇതും നമുക്കൊരു 70 കൊടുക്കാം. ഓക്കെ, ഒരു 80. ഓക്കെ, അങ്ങനെ നമ്മുടെ 2 മെറ്റീരിയൽ കഴിഞ്ഞു. ഓക്കെ, അടുത്ത മെറ്റീരിയൽ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് വാനിറ്റി ബോക്സിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, സെലക്ട് ചെയ്യുക, ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യുക, മെറ്റീരിയൽസിൽ ഗെറ്റ് ഫ്രം സെലക്റ്റഡ് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ മെറ്റീരിയൽ ഡ്രാഗ് ചെയ്ത് ഡ്രോപ്പ് ചെയ്യുക. 2 മെറ്റീരിയലാണ് നമുക്കുള്ളത്. ഇത് നമ്മുടെ ഡിഫ്യൂസ്. അതിലേക്ക് നമ്മൾ മാപ്പിൽ ജനറലിൽ ഒരു കളർ കറക്ഷൻ ആഡ് ചെയ്യുക. ഈ നോർമലിൽ മാപ്പിൽ കൊറോണ നോർമൽ ആഡ് ചെയ്യുക. അതിൽ നോർമലിലേക്ക് കൊടുക്കുക. അതിനുശേഷം ആഡ് ഗാമ ടു ഇൻപുട്ട് ടിക്ക് ഓൺ ചെയ്യുക. അത് എപ്പോഴും നമ്മൾ ഏത് മെറ്റീരിയൽ കൊടുക്കുമ്പോൾ ടിക്ക് ഓൺ ആയിരിക്കണം. അതിനുശേഷം ഇതിലേക്ക് ബേസ് പമ്പിലേക്ക് കൊടുക്കുക. ഇത് നമ്മൾ നേരെ ബേസ് കളറിലേക്കും കൊടുക്കുക. അടുത്തത് നമ്മൾ ചെയ്യാൻ പോകുന്നത് റഫ്നെസ്. നമുക്കിതിന് റഫ്നെസ് വേണം. ഒരു 0.25 റഫ്നെസ് കൊടുക്കുന്നു. അപ്പോൾ നമുക്കൊരു റഫ്നെസ്സും ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഈ മെറ്റീരിയൽ നമ്മളിവിടെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ മെറ്റീരിയൽ ഇപ്പോൾ ഇതിനകത്ത് കാണുന്നില്ല. അപ്പോൾ UVW മാപ്പ് അപ്ലൈ കൊടുക്കുക. UVW മാപ്പ് എന്ന് പറഞ്ഞാൽ അത് യൂണിഫോം ആയിട്ട് നമുക്കതിനെ XY Z ആക്സിസ് എല്ലാം നമുക്ക് ഈക്വൽ ആക്കി തരും. ബോക്സ് സെലക്ട് ചെയ്യുക. നമ്മളൊരു 50 കൊടുക്കുക. ഓക്കെ, ഇത് കണ്ടിട്ട് കുറച്ച് വലുതാണെന്ന് തോന്നുന്നു. നമ്മുടെ ഇമേജ് ഓക്കെ, ഇച്ചിരി ചെറുതാക്കണം. ഇത് കുറച്ച് വലുതായത്. ഓക്കെ, നമുക്കൊരു 40 കൊടുക്കാം. ഓക്കെ, അതിനുശേഷം നമുക്കൊന്ന് ജസ്റ്റ് റെൻഡർ ചെയ്ത് നോക്കാം. ഓക്കെ, നമ്മുടെ ഈ മെറ്റീരിയൽ ഇവിടെ വന്നിട്ടുണ്ട്. ഇതിപ്പോൾ നമുക്കൊരു വൈറ്റ് ആയിട്ടാണ് നമുക്ക് കാണുന്നത്. നമ്മുടെ ഇമേജിൽ നമുക്കിതൊരു ചെറിയൊരു ഐവറി ഫിനിഷിലാണ്. അപ്പം നമ്മുടെ ഈ മെറ്റീരിയലിന് നേരെ ഒരു 80% ബ്ലെൻഡ് ചെയ്യുന്നു. ഇപ്പോൾ നമുക്ക് ചെറിയൊരു മാറ്റം, ചെറിയൊരു ഡള്ള് പോലെ വന്നിട്ടുണ്ട്. കളർ കറക്ഷനിൽ വരിക. സാച്ചുറേഷൻ നമുക്കൊരു 50 കൊടുക്കാം. -2. അഡ്വാൻസിൽ ഗാമ കോൺട്രാസ്റ്റ് നമുക്കൊരു 0.5 കൊടുക്കാം. ഓക്കെ, ഇപ്പം നമ്മുടെ ആ മെറ്റീരിയലോട്ട് ഏകദേശം ഒരു ഇതായിട്ടുണ്ട്. ഇതിൽ നമുക്കൊരു 35 എന്നുള്ളതൊരു 45 കൊടുത്ത് 165. ഓക്കെ, വീണ്ടും ഇതിലേക്ക് വന്ന് 50% കൊടുത്താൽ ഇപ്പം നമുക്കത് കാണുമ്പോൾ മനസ്സിലാവും. അതായത് നമുക്ക് 50% മാപ്പും 50% കളറുമാണ് നമുക്ക് കാണുന്നത്. 100 നമ്മൾ കൊടുക്കുമ്പം നമുക്ക് ഫുള്ള് നമുക്ക് അതിനകത്ത് നമുക്ക് ആ മാപ്പ് മാത്രമേ കാണത്തുള്ളൂ. നമ്മളൊരു 80% കൊടുക്കും. നമ്മുടെ ആ ഒരു ചെറിയൊരു കളറിൻ്റെ ഒരു ഇതിലൂടെ നമുക്കിതിനകത്ത് ആഡാവും. ഓക്കെ, കളറ് നമുക്ക് ഏകദേശം ആഡായിട്ടുണ്ട്. അപ്ഡേറ്റ് കൊടുത്ത് നോക്കാം. ഓക്കെ, ഒരു ഇച്ചിരിയും കൂടെ വേണമെങ്കിലൊന്ന് നമുക്കൊരു സാച്ചുറേഷൻ ഇച്ചിരി കൂട്ടാം, മതി. ഓക്കെ, നമ്മുടെ വാനിറ്റി ബോക്സ് റെഡിയായി. നെക്സ്റ്റ് നമുക്ക് അപ്ലൈ ചെയ്യേണ്ടത് ഓൾമോസ്റ്റ് ഈ സീലിങ്ങിൽ നമ്മൾ ഓൾറെഡി അപ്ലൈ ചെയ്തിട്ടുണ്ട്. സീലിംഗ് നോക്കാവുന്നതാണ് നമുക്ക്. ഓക്കെ, സീലിങ്ങിനകത്ത് നമുക്ക് വേറെ എക്സ്ട്രാ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നുമില്ല. നമുക്ക് ഈ സെയിം കളർ തന്നെയാണ് നമ്മൾ ആഡ് ചെയ്തേക്കുന്നത്. നെക്സ്റ്റ് നമുക്ക് ഇതിനകത്ത് കോമ്പൗണ്ട് വാളിൽ ബാക്കി മെറ്റീരിയൽസ് ഡിലീറ്റ് ചെയ്ത് ഇതിനെ സെലക്ട് ചെയ്തു. അടുത്തൊരു കോമ്പൗണ്ട് വാളിൻ്റെ
ഓക്കെ, സിംഗിൾ ഒറ്റ ഒബ്ജക്റ്റ് മാത്രമേ ഉള്ളൂ കോമ്പൗണ്ട് വാളിന്. മാപ്പിൽ ജനറലിൽ കളർ കറക്ഷൻ കൊടുക്കുക. അതിനെ നമ്മൾ നേരെ ഡ്രാഗ് ചെയ്ത് കളറിലേക്ക് കൊടുക്കുന്നു. ഓക്കെ, ഇവിടെ നമുക്ക് മെറ്റീരിയൽ വന്നിട്ടുണ്ട്. UVW മാപ്പ് കൊടുക്കുക. ഓക്കെ ഓക്കെ, ഇതിൽ നോക്കുമ്പോൾ നമുക്കിപ്പം നല്ലപോലെ നമുക്ക് മെറ്റീരിയൽ കാണാൻ പറ്റുന്നുണ്ട്. നമ്മൾ റെൻഡർ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓക്കെ, നമുക്കിത് കുറച്ചിങ്ങനെ സ്ട്രെച്ചായ പോലെ ഫീൽ ചെയ്യുന്നത്. നമുക്കതിന് നേരെ ഒരു 100x100x100. ഓക്കെ, നമുക്കിതിൻ്റെ ഒരു ചെറിയൊരു നമ്മുടെ ഇമേജിലൊരു ചെറിയൊരു കുറച്ച് ഒരു കളർ ഒന്ന് ചേഞ്ച് ചെയ്യണം. ഇതിൽ നമുക്ക് കളർ കറക്ഷനിൽ വന്ന് ഓക്കെ ഓക്കെ, അങ്ങനെ നമ്മുടെ കോമ്പൗണ്ട് വാളും ആയിട്ടുണ്ട്. മെറ്റീരിയൽ ഡിലീറ്റ് ചെയ്യുന്നു, സ്റ്റോപ്പ് ചെയ്യുക. നമ്മുടെ മെറ്റീരിയൽസ് എല്ലാം ഓൾമോസ്റ്റ് ആയി. ഇവിടെ ആ ഒരു ഫ്ലോറിലെ മെറ്റീരിയൽ എന്തോ ചേഞ്ച് ആയിട്ടുണ്ട്. അത് നമുക്കൊന്നുകൂടെ അപ്ലൈ ചെയ്യാത്. ഓക്കെ, ഗെറ്റ് ഫ്രം സെലക്റ്റഡ്. ഓക്കെ, അത് ബേസ് മെറ്റീരിയലിലോട്ട് തന്നെ മാറിയായിരുന്നത്. ഓക്കെ, സെലക്ട് ചെയ്തു. സെലക്ട് ചെയ്യുക. ഓക്കെ, നമ്മുടെ ആ മെറ്റീരിയലുമായി കൺട്രോൾ+S അടിച്ച് സേവ് ചെയ്യുക. ഇനിയിപ്പം ഞാൻ ചിലത് ചെയ്യാൻ പോകുന്നത് നമ്മുടെ പഴയതിനകത്തുള്ള മെറ്റീരിയൽസ്, അതായത് നമ്മുടെ ഒബ്ജക്റ്റ് ഇൻറ്റീരിയർ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, പ്ലാൻസും ടാപ്പ് എക്സ്റ്റീരിയറിലെ അതെല്ലാം, അത് ഞാൻ നേരെ അവിടെ നിന്ന് കോപ്പി ചെയ്ത് ഇങ്ങോട്ട് പേസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകണേ. അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് സമയം നമുക്ക് അത് പിന്നെ മെറ്റീരിയൽ അപ്ലൈ ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ നമുക്ക് ഒത്തിരി സമയമാവും. അത് നമുക്ക് വേറൊരു വീഡിയോയിൽ നമുക്ക് കാണിക്കാം. അപ്പോൾ ഇത് ചെറുതായിട്ട് നമുക്കൊന്ന് വേറെ വീഡിയോയിൽ എന്ന് പറഞ്ഞാൽ വേറെ ഇതുപോലെ ചെയ്യുന്ന വീഡിയോസിൽ നമുക്ക് കുറച്ചുകൂടെ ലെങ്ത്, കാര്യം വീഡിയോയുടെ ലെങ്ത് അങ്ങ് കുറച്ച് കൂടിപ്പോവും. അതുകൊണ്ടാണ് നമ്മൾ അത്രയും ആയിട്ട് ചെയ്യാത്തത്. അപ്പോൾ അതിന് ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ ഈ ഒബ്ജക്റ്റും കാര്യങ്ങളെല്ലാം സെലക്ട് ചെയ്യുകയാണ്. ഓക്കെ, ഇതിന് നമ്മൾ നേരെ ഒരു കോപ്പി, ഇതിൽ കോപ്പി ചെയ്യുക. അപ്പോൾ നമ്മുടെ ഒബ്ജക്റ്റ് കോപ്പി ആയിക്കൊണ്ടിരിക്കുകയാണ്. നേരെ നമ്മളിതിനെ ഇങ്ങോട്ട് പേസ്റ്റ് ചെയ്യാം. നമ്മുടെ മെറ്റീരിയലും കാര്യങ്ങളെല്ലാം ഇവിടെ വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ജസ്റ്റ് ഒന്ന് റെൻഡർ ചെയ്ത് നോക്കാം. എന്തെങ്കിലും കളറോ കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യാനുണ്ടോ എന്ന് നോക്കാം. ഓക്കെ, ഇനി ബ്രൈറ്റ്നസ് നമുക്കൊരു ഇച്ചിരി കൂട്ടി കൊടുക്കാം. ഇവിടെ ലൈറ്റിൻ്റെ പൊസിഷൻ എന്തോ ചേഞ്ച് ആയിട്ടുണ്ട്. ഒരു ലൈറ്റ് വന്നില്ലെന്ന് തോന്നുന്നു. നമ്മൾ സെലക്ട് ചെയ്ത് ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഇപ്പം നമ്മുടെ ഏകദേശ സംഭവങ്ങളെല്ലാം തീർന്നു. എല്ലാം നമുക്ക് ഇത്രയേ ഉള്ളൂ സംഭവം വരുന്നത്. അപ്പം ഇതിനകത്ത് നമുക്ക് ട്രീസും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യുന്നത്, അതിനെപ്പറ്റി നമുക്ക് പിന്നെ ഈ വേറെ ഏതെങ്കിലും ട്യൂട്ടോറിയൽസ് കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് എക്സ്ട്രാ കൂടുതൽ ടൈം എടുത്താൽ അതിനെപ്പറ്റി സംസാരിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ വീഡിയോസ് നിങ്ങൾക്ക് കാണാനും ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പോൾ മോഡലിങ്ങും ജസ്റ്റ് കുറച്ച് മെറ്റീരിയൽസ് അപ്ലൈ ചെയ്യുന്നത് മാത്രമാണ് നമ്മളിപ്പോൾ സംസാരിച്ചേക്കുന്നത്. അപ്പോൾ ഇനി ചെയ്യാൻ പോകുന്നത്, നമുക്ക് ഇതിനകത്ത് കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാം. കോൺട്രാസ്റ്റ് നമ്മളൊരു 2 കൊടുക്കുന്നു. ഓക്കെ,
ഇതൊരു 0.9 കൊടുക്കാം. 0.9. ഇപ്പോൾ പ്രീസെറ്റിൽ നമ്മളൊരു 1 കൊടുക്കുന്നു. ഒരു ലട്ട് ഒരെണ്ണം സെലക്ട് ചെയ്തിട്ട് ഐ തിങ്ക് ഇത് തന്നെ നമ്മൾ കൊടുത്തെന്ന് തോന്നുന്നു. 0.5. വേറെ നമുക്ക് ഇതിൻ്റെ അകത്ത് ഫിലിമിക് മാപ്പിങ്ങിൽ റെഡ് ഷാഡോ നമുക്കൊരു 0.5 എടുക്കാം. ഒന്ന് ചെറുതായിട്ടൊന്ന് അതിൽ അഡ്ജസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, ഏകദേശം നമ്മുടെ മോഡലിംഗ് എല്ലാം കഴിഞ്ഞു. നമ്മൾ മെറ്റീരിയൽസിൻ്റെ കാര്യങ്ങളെല്ലാം അപ്ലൈ ചെയ്തു. ഇവിടെ നമ്മളൊരു സാധനം ഇട്ട് ചെയ്യാൻ വേണ്ടി ഒരു മിറർ കൊടുക്കണം. മിറർ കൊടുക്കാൻ വേണ്ടി അത് ഒരു സിമ്പിളാണ്. ഇത് സെലക്ട് ചെയ്യുക, ബേസ് തന്നെയാണ്, ഇതിലോട്ട് മാറ്റി അതിന് ശേഷം പ്രീസെറ്റിനകത്ത് തന്നെ നമുക്കൊരു പെർഫെക്റ്റ് മിറർ കിടപ്പുണ്ട്. അത് നമ്മൾ സെലക്ട് ചെയ്യുന്നു, അപ്ലൈ ചെയ്യുന്നു. നമ്മുടെ മിററും ആയിട്ടുണ്ട്. അവിടെ നമുക്കൊന്നുകൂടെ ഒന്ന് റെൻഡർ ചെയ്ത് നോക്കാം. ഓക്കെ, നമ്മുടെ മിററുമായി. ഇനി നമുക്കിനി ഒന്ന് റെൻഡർ ചെയ്യണം. റെൻഡർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ലൈറ്റ് ആഡ് ചെയ്യാനുണ്ട്. അവിടെ ഒന്ന് ഞാൻ കോപ്പി എടുത്ത് വെച്ചിട്ടൊന്ന് ടോപ്പ് വ്യൂവിൽ വരിക, ഷിഫ്റ്റ് ഹോൾഡ് ചെയ്ത് ഇൻസ്റ്റൻ്റ് കൊടുത്ത് ഓക്കെ, കൺട്രോളേഴ്സ്. ഇവിടെ ഒരു എക്സ്ട്രാ ലൈറ്റ് ഒരെണ്ണം ആഡ് ചെയ്തിട്ടുണ്ട്. അത് എക്സ്ട്രാ ലൈറ്റ് എന്തിനാണ് ആഡ് ചെയ്തേക്കുന്നത് വെച്ചാൽ നമുക്ക് ഇവിടെ നിന്നുള്ള ഒരു ട്രീസിൻ്റെയും ഇതിൻ്റെയും അത് കുറച്ചുകൂടെ നമുക്കൊന്ന് എടുത്ത് കാണാൻ വേണ്ടിയിട്ടൊന്നൊരു എക്സ്ട്രാ ഒരു ലൈറ്റ് ഒന്ന് ആഡ് ചെയ്താൽ. ഞാൻ വേണമെങ്കിൽ എക്സ്ട്രാ ലൈറ്റ് ഒന്ന് ഓഫ് ചെയ്ത് കാണിക്കാം. ഓഫ് കണ്ടോ, അവിടെ ഇപ്പോൾ ആ ഒരു ബ്രൈറ്റ്നസ് നമുക്ക് അത്രയും ഫീൽ ചെയ്യുന്നില്ല. കാര്യം ആ സണ്ണിൻ്റെ വെട്ടം നമുക്കവിടെ അത്രയും വരുന്നില്ല. ഇങ്ങനെ നമുക്ക് ചെയ്യുമ്പോഴും നമുക്കത് കാണാൻ ഭംഗിയൊക്കെ തന്നെയാണ്. പക്ഷെ നമുക്കത് കുറച്ചുകൂടെ ഒന്ന് ആ ഒരു പ്ലാന്റും കാര്യങ്ങളൊന്നും കൂടെ കാണണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മളത് അങ്ങനെ ആഡ് ചെയ്തത്. ഓക്കെ, അപ്പോൾ ആ ഒരു ഷാഡോയെ നമുക്ക് കുറച്ചുകൂടെ നമുക്കൊന്ന്, ഇപ്പോൾ ഭയങ്കര ഷാഡോ ആണ് അവിടെ, ഭയങ്കര തിക്കായിട്ടുള്ള ഷാഡോ നമുക്കവിടെ ഫീൽ ചെയ്യും. നമുക്ക് അത്രയും ഷാഡോ വേണ്ട, നമുക്കൊരു ലൈറ്റായിട്ടുള്ള ഷാഡോ മതി. അപ്പോൾ നമ്മുടെ ലൈറ്റ് അവിടെ ആഡ് ചെയ്തപ്പം ആ ഷാഡോയുടെ നമുക്കത് അവിടെ കുറയുകയും ചെയ്തു. ഓക്കെ, ഇനി നമ്മൾ ഇതിനെ ഫൈനൽ റെൻഡർ ചെയ്യാൻ വേണ്ടിയിട്ട് കൊറോളയിൽ ശരിക്കും ഒത്തിരി നമുക്ക് സെറ്റിങ്സും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പം ജസ്റ്റ് നമ്മൾ സെറ്റിങ്സിൽ പോവുക. കസ്റ്റംസിൽ നമ്മൾ 5000/4000 കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അതായത് 0.8 ആണ്. 0.8ലാണ് ലോക്ക് ചെയ്തേക്കുന്നത് ഇമേജ് ആസ്പെക്റ്റ്. പിന്നെ നമുക്കൊരു നോയ്സ് ലെവൽ നമുക്കൊരു 4% കൊടുക്കാം. നെക്സ്റ്റ് നമ്മൾ ഇതിൽ ഞാനിപ്പോൾ ചെയ്യുന്ന കൊറോണ റെൻഡർ ഡിനോയ്സർ ചെയ്യുന്നില്ല. കാര്യം എന്ന് വെച്ചാൽ ഒരുപാട് സമയം എടുക്കാം നമുക്കത്. അതിന് പകരം നമ്മൾ ചെയ്യുന്നത് ഇൻറ്റൽ CPU GPU എന്ന് പറയുന്നതിൻ്റെ സെലക്ട് ചെയ്തതിന് ശേഷം ഇത് നമ്മളൊരു 0.95 കൊടുക്കുകയാണ്. അതിന് ശേഷം ഇവിടെ നമുക്ക് വേറെ ചേഞ്ചസും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ നമ്മൾ ഇതിൽ വന്നിട്ട് ഒരു 10 കൊടുക്കുന്നു. ഇത് നമ്മൾ ഹൈ ക്വാളിറ്റി മാറ്റി നമ്മൾ 10 കൊടുക്കണം. ഇത്രയും സംഭവങ്ങളാണ് നമുക്ക് ചെയ്യാനുള്ളത്. ഇനി നിങ്ങൾക്ക് ഇപ്പോൾ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ, അതായത് ഒന്ന് സേവ് അടിക്കുകയാണേ. ഇപ്പോൾ റെൻഡർ ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ ഇപ്പോൾ ഓവർകാസ്റ്റ് ആയിട്ട് ബാക്ക് നമുക്ക് കുറച്ച് നല്ലൊരു എന്താ വെച്ചാൽ ഭയങ്കര ഒരു പ്രകാശം പോലെ അവിടെ നിന്ന് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് അത്രയും വേണ്ട. അതിന് പകരം നമുക്ക് ഇതിനകത്ത് കാണുന്ന ഓരോ ചെറിയൊരു ഇത് കുറച്ച് കാണുന്നുണ്ടെങ്കിൽ ഈ റിഫ്ലക്ഷൻ ഓവർറൈഡ് കൊടുത്തതിന് ശേഷം നമ്മൾ നമ്മുടെ ലെഫ്റ്റ് സൈഡിലെ കീപാഡിൽ 8 പ്രസ് ചെയ്യുക. അതിന് ശേഷം മെറ്റീരിയൽ ഡ്രോപ്പ് ഓൺ ചെയ്യുക. ഇത് ഡിലീറ്റ് ആയിക്കളെ. ഇതിനെ നമ്മൾ ഡ്രാഗ് ചെയ്ത് ഇൻസ്റ്റൻ്റ് കൊടുക്കാതെ കോപ്പി കൊടുക്കുക.
അതിന് ശേഷം ഇതിൽ നമ്മളൊരു മാപ്പ് ജനറലി കളർ കറക്ഷൻ ആഡ് ചെയ്യുക. ഇതിനെ നമ്മൾ ഇവിടുന്ന് നേരെ ഡ്രാഗ് ചെയ്ത് ഇതിലോട്ടിട്ട് ഒരു ഇൻസ്റ്റൻറ്റ് കൊടുക്കുന്നു, ഓക്കെ കൊടുക്കുന്നു. ഇപ്പം നമ്മൾ ഇതിനകത്ത് എന്തെങ്കിലും ചേഞ്ച് ചെയ്യുമ്പം നമുക്ക് അവിടെ ചേഞ്ച് ആകും. അതായത് ഇവിടെ ഒരു ഇൻറ്റൻസിറ്റി നമ്മളൊരു 0 കൊടുക്കുകയാണ്. അപ്പം നമുക്കവിടെ മൊത്തത്തിൽ മാറി. ഒരു 0.1 കൊടുക്കുമ്പം അവിടെ ചെറിയൊരു വന്നു 0.2. അത് നമ്മുടെ കണ്ണിന് എത്ര നമുക്ക് വേണോ അതിനനുസരിച്ച് നമുക്ക് അവിടെ ചെയ്യാം. ഓക്കെ ഓക്കെ ഇപ്പം നമ്മുടെ ഇതെല്ലാം ആയി. ഇനി നമുക്കൊരു കുറച്ച് സമയത്തേക്ക് റെൻഡർ ഇടാം. ഒരു 10 മിനിറ്റത്തേക്ക് നമുക്ക് റെൻഡർ ഇടാം. 10 മിനിറ്റ് റെൻഡർ ഇടുമ്പോൾ നമ്മളിവിടെ ഈ നോയ്സ് ലെവൽ എന്നുള്ളത് ഓക്കെ അത് നേരെ നമ്മൾ 0 ആക്കുന്നു. ഇവിടെ നമ്മൾ ഇതിൽ നമ്മളൊരു 10 മിനിറ്റ്സ് കൊടുക്കുന്നു. അതിന് ശേഷം ഫയലൊന്ന് സേവ് ചെയ്യുക. ഇതിനകത്ത് നമ്മൾ വേറെ എക്സ്ട്രാ എലമെൻറ്റും കാര്യങ്ങളൊന്നും നമ്മൾ ആഡ് ചെയ്തിട്ടില്ല. കാര്യം അത് ചെയ്യേണ്ട ആവശ്യമുണ്ട്. നമുക്ക് ഫോട്ടോഷോപ്പിൽ പോയി അതിനെ വർക്ക് ചെയ്യേണ്ടതുണ്ട്. നമുക്ക് അതിനെപ്പറ്റിയൊക്കെ പിന്നെ എക്സ്ട്രാ വരുന്ന ക്ലാസ്സുകളിലൊക്കെ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ട്യൂട്ടോറിയൽസ് നമുക്ക് അതിനകത്ത് വരുന്ന നമുക്ക് ചെയ്യാം. ഇപ്പോൾ ഇതിനകത്ത് എലമെൻറ്റ്സും കാര്യങ്ങളൊന്നും ആഡ് ചെയ്യുന്നില്ല. ജസ്റ്റ് ഞാനത് റെൻഡർ ഇടുവാണ്. ഒരു 10 മിനിറ്റ് നമുക്ക് റെൻഡർ ചെയ്തിട്ട് നോക്കാം. അങ്ങനെ റെൻഡറിങ് തീർന്നിട്ടുണ്ട്. റെൻഡറിങ് കഴിഞ്ഞു. ഇപ്പം നമ്മൾ റെൻഡറിങ്ങിലെ സ്റ്റാറ്റസ് നോക്കുകയാണെങ്കിൽ പാസസ് ടോട്ടൽ 10 പാസ്സാണ് നമുക്ക് റെൻഡർ ചെയ്തേക്കുന്നത്. നോയ്സ് ലെവൽ 9.23 ആണ്. നമുക്ക് നോർമലായിട്ട് നമുക്ക് നോയ്സ് ലെവൽ നമുക്ക് 3 to 5 ആണ് വേണ്ടത്. നമ്മൾ 10 മിനിറ്റ് റെൻഡർ ചെയ്തിട്ടുള്ളൂ. ഇത് ഇൻ്റൽ GPU AI ഉപയോഗിച്ച് റെൻഡർ ചെയ്തേക്കുന്നത്. അതുകൊണ്ട് നമുക്ക് അത്രയും നമുക്ക് ഇതിൽ നോയ്സസ് കാണത്തില്ല ഇപ്പം. അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫോട്ടോഷോപ്പിൽ കൊണ്ടുപോകണം. അപ്പോൾ ഇത് നമ്മൾ നേരെ കോപ്പി ചെയ്യുന്നു. ഒരു പുതിയൊരു ഫയൽ എടുക്കുകയാണ്. നമ്മുടെ അവിടുത്തെ 3ds Maxനകത്ത് എത്രയാണോ ഫയൽ സൈസ് ഉള്ളത് നമ്മളോട് വെക്കുകയാണ്. 4000 by 5000 ക്രിയേറ്റ് കൊടുക്കുക. അതിനെ നമ്മൾ നേരെ ഇങ്ങോട്ട് പേസ്റ്റ് ചെയ്യുന്നു. ഓക്കെ ഇനി ഇതിനെ നേരെ ഫയൽ എക്സ്പോർട്ട് സേവ് ഫോർ വെബ് അതിലേക്ക് നമ്മൾ സേവ് ചെയ്ത് ഇതിൻ്റെ ഫയൽ സൈസ് നമ്മളൊന്ന് കുറയ്ക്കുന്നുണ്ട്. എന്നിട്ട് 2500 ആക്കുവാണ്. സോറി ഇത് 2000. ഓക്കെ ഇനി നമ്മൾ ഇതിൻ്റെ ഒന്ന് സേവ് കൊടുക്കുക. ഓക്കെ ഇതിലേക്ക് നമ്മളൊന്നിന് റീപ്ലേസ് ചെയ്ത് സേവ് കൊടുക്കുന്നു. അതിനുശേഷം ഗൂഗിൾ ക്രോമിൽ പോയതിന് ശേഷം നമ്മൾ ഇതിനൊന്ന് അപ്സ്കെയിൽ ചെയ്യാൻ വേണ്ടി പോവാം. അപ്പോൾ ഞാൻ മാഗ്നിഫിക് ആണ് ഉപയോഗിക്കുന്നത്. അതിൽ നമ്മൾ ഇമേജ് ഇതിൽ അപ്സ്കെയിലറുണ്ട്. ഓക്കെ ആ ഇമേജിനെ നമ്മൾ സെലക്ട് ചെയ്ത് അപ്ലോഡ് ഈ ഇമേജ് നമ്മൾ സെലക്ട് ചെയ്ത് ഇടുവാണ്. ആഡ് ക്രിയേറ്റിവിറ്റി നമുക്ക് ഫസ്റ്റ് നമ്മളൊരു ക്രിയേറ്റിവിറ്റിയുടെ വാല്യൂ 1 കൊടുക്കുന്നു. ഇതിൽ നമുക്ക് ഫ്രാക്ഷനാലിറ്റി നമുക്കൊരു 1 കൊടുക്കാം. നെക്സ്റ്റ് ഒരു 2 കൊടുത്ത് ഒരു 3 കൊടുത്ത് ഓക്കെ ഒരു 3 നമുക്ക് അപ്സ്കെയിൽ ചെയ്യണം. ഓക്കെ നമ്മുടെ 3 അപ്സ്കെയിൽ ആയിട്ടുണ്ട്. നമുക്ക് ഇതിലേതാണ് ഉപയോഗപ്പെടുന്നത് നമുക്ക് നോക്കാം. അത് ഓക്കെ നമ്മുടെ മെറ്റീരിയൽസൊക്കെ ചെറുതായിട്ട് ചേഞ്ച് ആയിട്ടുണ്ട്. അത് കുഴപ്പമില്ല, നമുക്ക് ഫോട്ടോഷോപ്പിലോട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ ഇതെല്ലാം ഒന്ന് ചേഞ്ച് ചെയ്യണം. ഓക്കെ ഫ്ലോറിനകത്ത് കുറച്ച് കൂടുതൽ വന്നിട്ടുണ്ട്. അടുത്തൊരു ഇമേജ് നോക്കാം. ഓക്കെ
ഒരു ഇമേജിൽ കൂടുതൽ നമുക്കിത് തന്നെ എടുക്കാം. ഓക്കെ, നമുക്കിതിനെ ഡൗൺലോഡ് ചെയ്യാം. ഈ ഡൗൺലോഡ് ചെയ്ത ഒബ്ജക്റ്റിനെ നമ്മുടെ ഫോട്ടോഷോപ്പിൽ നമ്മൾ എഡിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഇമേജ് ഉണ്ടല്ലോ, അതിലോട്ട് നമ്മൾ കോപ്പി ചെയ്ത് നമുക്ക് ഡ്രാഗ് ചെയ്ത് നമുക്ക് ഇടാം. ഇത് നമ്മൾ ഡ്രാഗ് ചെയ്തിട്ട് എൻ്റർ അടിച്ചു കൊടുക്കുകയാണ്. അതിന് ശേഷം നമുക്കിപ്പോൾ ഈ മെറ്റീരിയൽ നമുക്ക് വേണ്ട. നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ മാഗ്നിഫിക്കിൻ്റെ ഈ ഒരു ഇമേജ് പിക്ക് ചെയ്തതിന് ശേഷം നമ്മളൊരു മാസ്ക് ഇവിടെ ക്രിയേറ്റ് ചെയ്യുക. അതിന് ശേഷം ബ്രഷ് ടൂൾ എടുക്കുക, ബ്ലാക്ക് മേളിൽ തന്നെ കാണണം. പിന്നെ ജസ്റ്റ് നമ്മളൊന്ന് ഇതിങ്ങനെ മൂവ് ചെയ്ത് വിട്ടാൽ മതി. ഓൾട്ട് പിക്ക് ചെയ്ത് നമുക്ക് ആ ബ്രഷിൻ്റെ ഒരു സൈസ് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. ഓൾട്ട് പിക്ക് ചെയ്ത് നമ്മുടെ മൗസിൻ്റെ റൈറ്റ് ബട്ടൺ പിക്ക് ചെയ്തുകൊണ്ട് ലെഫ്റ്റ് ബട്ടൺ പിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ചെയ്യാം. ഓക്കെ, ഇവിടെയൊക്കെ നമുക്കൊരു ചെറിയ മാറ്റങ്ങൾ വരുത്തണം. ഓക്കെ, ഇത് നമുക്ക് ഇത്രയും ഓക്കെ ഓക്കെ കുറച്ച് നാച്ചുറാലിറ്റി ഇരുന്നു കേട്ടോ, നമുക്ക് ഒത്തിരി ഇത് വേണ്ട, ഇത് കുറച്ച് കുറയ്ക്കാം. ഓക്കെ, ഇത് നമുക്ക് ഇച്ചിരി എന്താ ശരി. ഓക്കെ, അപ്പം നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് മോഡൽ നമുക്ക് ചേഞ്ച് ചെയ്യാം, അപ്പ് സ്കെയിൽ ചെയ്യാം. അപ്പം മാക്സിമം നമ്മളെപ്പോഴും സമയം കുറഞ്ഞ രീതിയിൽ വർക്ക് ചെയ്യാൻ വേണ്ടി നോക്കുക. അപ്പം ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ എളുപ്പത്തിൽ വർക്ക് ചെയ്യാൻ പറ്റും, കുറച്ച് നമുക്ക് സമയലാഭം ലഭിക്കും. അപ്പം ഔട്ട്പുട്ട് നമുക്കെല്ലാം സെയിം തന്നെ ആയിരിക്കും. ഇതിപ്പോൾ നമുക്കൊരു 5K ക്വാളിറ്റിയിലുള്ള നമുക്ക് ഇത് ലഭിച്ചിട്ടുണ്ട് ഇപ്പോൾ ഇത്. അപ്പോൾ ഇതിനെ നമ്മൾ വീണ്ടും നമ്മൾ സേവ് ചെയ്ത് കുറച്ച് നമുക്ക് വേണമെങ്കിൽ വീണ്ടും നമുക്ക് ഫിൽറ്ററൊക്കെ ആഡ് ചെയ്ത് കുറച്ച് ചേഞ്ചസ് ഒക്കെ ചെയ്ത് നമുക്ക് കുറച്ചുകൂടെ ഒക്കെ ഇതാക്കാം. സോറി, ഇതിപ്പോൾ സെലക്ട് ആയേക്കുന്നേ. ഞാൻ സെലക്ട് ചെയ്ത് ഫിൽറ്റർ. ഓക്കെ, ഇത് നമുക്ക് ചെറുതായിട്ട് വേണം എക്സ്പോഷറൊക്കെ നമുക്ക് ചെറിയ ഇതായിട്ട് നമുക്ക് കൺട്രോൾ ചെയ്ത് നമുക്ക് വീണ്ടും നമുക്ക് ഇതിനെ അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് ഇതാക്കാം. അപ്പം അങ്ങനെയാണ് വർക്ക് ചെയ്യേണ്ടത്. അല്ല, എൻ്റെ ഒരു വർക്കിംഗ് സ്റ്റൈൽ അങ്ങനെയാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ രീതി വർക്ക് ചെയ്യാം. അപ്പോൾ എൻ്റെ കുറച്ച് ചിന്തകളും കാര്യങ്ങളും അല്ലെങ്കിൽ എൻ്റെ ഐഡിയാസും കാര്യങ്ങളും നിങ്ങൾക്ക് ഷെയർ ചെയ്യാണ്. നിങ്ങൾക്ക് അതിന് ആവശ്യമുള്ള എടുക്കാം. അപ്പം നമുക്ക് വീണ്ടും നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അപ്പോൾ എല്ലാവരും ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പം ഓക്കെ, ബൈ.